സമസ്തയിൽ ഇപ്പോൾ ഉള്ളത് വ്യക്തി വിശുദ്ധിയില്ലാത്ത കുറച്ചു പേരും ഷജറ അല്ലെങ്കിൽ മറ്റ് പേരുകൾ അറിയപ്പെടുന്ന SKSSFൻ്റെ കുറച്ച് പിള്ളേരും മാത്രമാണ്. അതായത് മുക്കം ഉമർ ഫൈസി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോലും എത്ര വിലയുണ്ട് എന്ന് അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാം. കാരണം ഇടപെടലുകൾ അങ്ങനെയാണ്. അത് നമ്മളൊക്കെ കണ്ടല്ലോ. നടു റോട്ടിൽ സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി നടു റോട്ടിൽ ഒരു ടിപ്പർ ലോറിക്കാരനോട് കലഹിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വരാൻ പറ്റാത്തതാണ് ഒലക്ക എന്ന് പറഞ്ഞ പ്രയോഗം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ദേഷ്യം വന്നാൽ കള്ളന്മാർ കൊള്ളക്കാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹം എത്ര കണ്ട് സമസ്തക്ക് നന്മ അദ്ദേഹത്തിൽ നിന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മ്ലേച്ഛമായ ലിസാനിൽ നിന്ന് നാവിൽ നിന്ന് വരുന്നതിനെ ഒഴിവാക്കാൻ ഒരു കാലി വിഷയം അങ്ങ് എടുത്തിടുക. അങ്ങനെയാണ് കാലി വിഷയം എടുത്തിട്ടത്. പിന്നെ വേറൊരാളുണ്ടല്ലോ, 1 കോടി റുപ്യാണ് പറ്റിച്ചത്. എന്ത് വിശുദ്ധിയാണ് അദ്ദേഹത്തിനൊക്കെ. സ്വന്തം മകളെ വെച്ചിട്ട് അദ്ദേഹത്തിനൊന്നും സമസ്തൻ്റെ 4 അയലത്ത് പോലും അടുപ്പിക്കാൻ പറ്റില്ല. അത്ര ദൂരത്ത് നിർത്തണം. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് എങ്ങനെങ്കിലും ആ കേസിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങുക തന്നെയാണ്. കേസായി ആയിട്ടുണ്ട്. ഇവരൊക്കെയാണ് സമസ്തയുടെ. മറ്റൊരുത്തൻ ഭയങ്കര ആദർശ വീരനാണ്. അവൻ്റെ ആദർശം കേട്ടാൽ നമ്മൾ തരിച്ചു പോവും. ഓൻ്റെ ഒരു കോളേജിൽ നിന്ന് ജംസ് കോളേജിൽ നിന്ന് അവൻ്റെ മകളും വേറൊരു DYFIക്കാരും. അപ്പം അവനൊക്കെ ആ SNS ചേർത്ത് മാതൃക കാട്ടേണ്ടതല്ലേ? മാതൃക കാട്ടേണ്ടതല്ലേ? എന്നിട്ടത് എൻ്റെ മകളല്ല എന്നൊക്കെ വീണ്ടും വീണ്ടും ഒരു നുണ പറഞ്ഞാൽ ഒരുപാട് നുണ അതിൻ്റെ പിന്നിൽ പറയേണ്ടി വരും. അതുകൊണ്ടാണ് വ്യക്തി വിശുദ്ധിയില്ലാത്തവർ സമസ്തയുടെ ഉള്ളിൽ കയറി. പക്ഷെ അവർക്ക് ഒരു ഇടം കിട്ടിയിരുന്നില്ല. ഏതുവരെ? കൊമ്പരമ്പത്തൂർ ഉസ്താദിൻ്റെ വഫാത്ത് വരെ അവർക്ക് ഇടം കിട്ടിയിരുന്നില്ല. അതിഗൗരവമായിട്ട് അദ്ദേഹം പറഞ്ഞൊതുക്കുമായിരുന്നു ഇത്തരം വിഷയങ്ങൾ. അതിനുശേഷം പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അവർക്കൊരു ഇടം കിട്ടി. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ചിന്തയ്ക്ക് അതിൽ നിന്ന് മാറിയിരിക്കുന്നു. അങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാനൊക്കെ പിന്നെ വ്യക്തിവിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണല്ലോ മഹാന്മാരുടെ സംഘടനയായ ഔലിയാക്കളുടെ സംഘടനയായ എൻ്റെ മശായിഖന്മാരും ഇന്ന് ആ മുഷാവറയിലുണ്ട്, മുമ്പുണ്ടായിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ എൻ്റെ മശായിഖന്മാരെ ഷെയ്ഖൻ്റെ ഷെയ്ഖാണ്. നമ്മൾ അവരൊക്കെ വലിയ ബഹുമാനിക്കുന്നു. അവരൊക്കെ റൂട്ട് ശരിയാണ്. അവർ ലീഗുമായിട്ടൊക്കെ മുമ്പ് അല്ലറ ചില്ലറ പ്രശ്നം ഉണ്ടാകും. അതിങ്ങോട്ട് പറഞ്ഞാൽ 4 പറഞ്ഞാൽ പിന്നെ ലീഗിലൊന്നും ഉണ്ടൂല. കാരണം എന്താണ്? കേരളത്തിൽ അറിയപ്പെട്ട വലിയൊരു ആലിമാണ്. ലീഗിൽ ഏത് കാലവും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊന്നുമല്ല. ലീഗിൽ മുജാഹിദുണ്ട്, സെലഫികളുണ്ട്, ജമാഅത്തേറില്ല, ഇന്നില്ല, അന്നും ഇല്ല. അപ്പോൾ ഇവരെന്താണ്? ഇനി നമ്മളൊരു പുതിയ വിഷയം. അങ്ങനെയാണ് ഇവർക്ക് നിക്കാഹ് പഠിപ്പിക്കുന്ന ഒരു മന്ത്രിയെ തന്നെ കൊണ്ടുപോയി. ഇവർ ഔലിയാക്കളുടെ സംഘടനയല്ല മക്കളെ, നിങ്ങൾ സൂക്ഷിക്കണ്ടേ. എങ്ങനെയാണ് ആ നിക്കാഹൊക്കെ നടന്നതാണ്? നമ്മളുടെ ഹൃദയം കൊണ്ടൊരു വെറുപ്പ് ആ ചങ്ങായിനോട് വേണ്ടേ? ഹൃദയം കൊണ്ട്, അല്ലാതെ പുറത്ത് ഇന്ത്യൻ നിയമപ്രകാരം അല്ല. എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇത്രയും വലിയ ഔലിയാക്കളുടെ ഈ സംഘടനയിലേക്ക് ഇവൻ പോയി എന്തെങ്കിലും കേട്ടപ്പോൾ അവിടുന്ന് ഒന്നും അറിയാത്ത ഈ പയ്യന്മാർ തെക്ബീർ ഇങ്ങനെ മുഴക്കാണ്. ആ തെക്ബീറിൻ്റെ സാധനത്തിൽ തന്നെ എന്നോട് ആ സമയത്ത് ഇവിടുത്തെ ഒരു പാർട്ടിക്കാരൻ ചോദിക്കുകയാണ്, എന്ത് തെക്ബീർ അതെന്ന്. ഞങ്ങൾക്കും ഞങ്ങളുടെ പറഞ്ഞ ആൾക്കും ഇതിലൊന്നും വിശ്വാസമല്ല. എന്നാൽ നിങ്ങളുടെ ഈ വലിയ സൂഫികൾ, സന്യാസിമാർ, ഇസ്ലാമിക സന്യാസിമാർ ഈ സംഘടനയിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു.
അപ്പോൾ അവിടേക്ക് സമസ്തയെ എത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പറയണം, ഇതിപ്പോൾ ഇന്നോ ഇന്നലെ ഉള്ളതല്ല. പാണക്കാട് പൂക്കോയത്തങ്ങളുടെ കാലത്ത് അന്ന് മലപ്പുറം കുന്നുമ്മൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രായമുള്ള ആളാണ്. മലപ്പുറം കുന്നുമ്മൽ ഒരു ക്രിസ്ത്യൻ പള്ളി വന്നു. തങ്ങൾ ആ പള്ളി അവിടെ വരട്ടെ എന്ന് ചിന്തിച്ച ഒരാളാണ്. അങ്ങനെ തന്നെ എനിക്കും ചിന്ത കേട്ടോ. കാരണം ഇവിടെ സാമൂഹികമായി അങ്ങനെ ഇടപെടണം. പിന്നീട് ശിഹാബ് തങ്ങൾ വന്നു. ശിഹാബ് തങ്ങളുടെ പേരില്ലാത്ത ആക്ഷേപങ്ങളൊന്നും ഉണ്ടായാലും പത്രക്കട്ടിങ് മുഴുവനുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാതിരിക്കുക. പറഞ്ഞവരൊക്കെ എന്താണ്, അതിൽ നിന്ന് പിന്മാറി, അതിൽ നിന്ന് ബേക്കോട്ടടിച്ചു. കഴിഞ്ഞില്ല. ഹൈദരലിനെ സംബന്ധിച്ചും ആക്ഷേപങ്ങളുണ്ടായിരുന്നു. ആ ആക്ഷേപം സാദിഖലി ഖാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ 6 മദ്രസ ഉണ്ട്. 6 മദ്രസ, ഒരു AP മദ്രസയിൽ 30 കുട്ടികളോ 35 40 കുട്ടികളുണ്ട്. ബാക്കിയുള്ള EK മദ്രസയിൽ 6 മദ്രസ ഉണ്ട്. എല്ലാത്തിലും എൻ്റെ അറിവ് പ്രകാരം 10 മുഅല്ലിമീങ്ങൾ 8 മുഅല്ലിമീങ്ങളായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങളാരും ഇതുവരെ ഒന്നും അതിന് എതിരായിട്ടോ ഒന്നും ചലിപ്പിച്ചിട്ടില്ല. സമസ്തക്കായാലും ഒരു റോളും ഇല്ല. സമസ്ത നമ്മളെയൊക്കെ കാശിങ്ങനെ വാങ്ങുന്നു എന്ന് മാത്രം. കൈത്താങ്ങായിട്ടും ആ പരീക്ഷ, ഈ ഫീസുകളൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ചന്ദ്രിക വരുത്താത്ത ഒരാളാണ്. സുപ്രഭാതം നിലനിൽക്കണം എന്നതുകൊണ്ടിട്ടാണ് സുപ്രഭാതം വരുത്തുന്നത്. സുപ്രഭാതം നിലനിൽക്കണം. പക്ഷേ അതിൽ പഴയ കാലത്തെ പോലെ മുഖ്ലിസീങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഖാലി വിഷയമൊക്കെ വല്ലാതെ ചർച്ച ചെയ്യുന്നത്. ഒരു ബിരുദം വേണോ ദീനിൽ? വിവരം ഉണ്ടാകാം. മുമ്പ് ഏതോ ഒരു മടയൻ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു, അയാൾക്ക് ബിരുദം ഇല്ലത്രേ എന്ന്. സമസ്തയിൽ ഒരിക്കലും സാദിഖലി എനിക്ക് മുഷാവറയിലൊന്ന് കയറണം, ഞാൻ ഒരു മുഷാവറക്കാരനാണെന്ന് പറഞ്ഞു എന്ന് എൻ്റെ അറിവിലാരും പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. ലറൂറത്തിൻ്റെ കാലിക്കലൊരു വിവരം ആരും ഒരാളെ തൂക്കരുത്, അളക്കാൻ പറ്റൂല. നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ വിവരം വേണമെന്നൊന്നും ഇപ്പോൾ അമ്പലക്കടവിനെയോ അല്ലെങ്കിൽ പിന്നെ മുക്കം ഉമർ ഫൈസിയെയോ ഇവരെയൊന്നും മഹാനായ സാദിഖലി ശിഹാബ് തങ്ങൾ പിന്നെ ഈ കാലിസ്ഥാനം ഉള്ളിടത്ത് അവിടെ പ്രശ്നമുണ്ടായപ്പോൾ ഈ 1600ഓളം മഹലിൻ്റെ കാലിയായ അവിടേക്ക് ഇവർക്ക് നിങ്ങളൊന്ന് വരികയെന്ന് തീർത്തിരുന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുക. കാരണം അവർക്കത് കഴിയും. കുറച്ചെങ്കിലും മനുഷ്യന്മാർ ലറൂറത്തിൻ്റെ കാലിയാണെന്ന്, കാലി മുജ്തഹിദാണ്, കാലി ഖുലാത്തിൻ്റെയൊക്കെ ഇൽമ് ഞങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, ലേശമൊക്കെ കൂടുതലല്ല. നിങ്ങൾ ഭയങ്കര ആലിമീങ്ങളല്ലേ. അതുകൊണ്ടാണല്ലോ ഇഖ്ലാസ് ഇല്ലാത്ത വർത്താനം, ഗീബത്ത് നമീമത്ത് മാത്രം ഇപ്പോൾ ആദർശം അമാനത്താണ്. അതിൽ നടക്കുന്നത് മുഴുവനും എന്താണ്? കുറേ മറ്റുള്ളവർ ഗീബത്ത് മാത്രം പറയാം. നീ ഒരിക്കൽ ഇവൻ്റെ ഈ അമ്പലക്കടവിൻ്റെ ഒരു പ്രസംഗത്തിൽ കേട്ടു. ഞങ്ങൾ ഒരു കാലത്ത് പിന്നെ തബ്ലീഗിനെ എതിർത്തിരുന്നു. തബ്ലീഗിനെ എതിർത്തിട്ടുണ്ട കാര്യം 20 കോടി ജനങ്ങൾ തബ്ലീഗിലുണ്ടെന്ന് അവർ പറയുന്നു. ഞാൻ തബ്ലീഗിനൊന്നല്ല, ഞാൻ EK സുന്നിക്കാരനാണ്. നൂർ ഷാ തരീഖത്തിനെ എതിർത്തു. നൂർ ഷാ തരീഖത്തിൽ എത്രയോ ആളുകൾ ഇന്നുണ്ട്. അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വിദായികളുമില്ല. നൂർ ഷാ തരീഖത്തുകളുണ്ട്. നല്ല ഇടപെടലാണ്, നല്ല മനുഷ്യന്മാരുമാണ്, ശുദ്ധന്മാരാണ്. നേരെ മറിച്ച് ഇവൻ്റെ പിന്നാലെ നടക്കുന്നവരുടെ കോലങ്ങളും പോലെ രൂപങ്ങളും വ്യക്തിജീവിതവും വിശുദ്ധിയും കേട്ടാൽ അത്ഭുതപ്പെടും. അതുകൊണ്ട് പാണക്കാട്ട് തങ്ങളെ ലറൂറത്തിൻ്റെ കാലിനെ നിങ്ങൾ പരാജയപ്പെടുത്തിയാലൊന്നും പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ പോയാൽ എല്ലാവർക്കും മുന്നോട്ട് പോകാം. സമസ്തയിൽ മുസ്ലിം ലീഗിൽ സലഫികൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നയത്തോട് ഇപ്പോൾ MK മുനീർ പോലും അത് വെളിപ്പെടുത്തി. പിന്നെ ആരും അഹങ്കരിക്കരുത്. ഇന്ന് സുപ്രഭാതം ഉയരത്തിലാണ്. സുപ്രഭാതം വല്ലപ്പുഴക്കാരൻ്റെയൊക്കെ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. അതിഭയങ്കര അഹങ്കാരത്തിൻ്റെ മാത്രം സംസാരമാണ്. അതൊന്നും ഇവിടെ വിലപ്പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ